ബീഹാറിലെ വിജയത്തോടെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ ലോക് ജൻശക്തി പാർട്ടിയുടെ സാന്നിധ്യം സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും. LJP സംസ്ഥാന വൈസ് പ്രസിഡന്റായ സാജു തോമസാണ് പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏക വാർഡ് പ്രതിനിധി. സാജു വിജയിച്ചിരുന്ന വാർഡ് വനിതാ വാർഡായതോടെ സാജു തോമസിന്റെ ഭാര്യ ദിനി സാജുവാണ് LJP സ്ഥാനാർത്ഥി. 2000 രാംവിലാസ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി രൂപീകരിച്ചതു മുതൽ ആ പാർട്ടിയിലെ അംഗമാണ് സാജു തോമസ്. ഇപ്പോൾ ദേശീയതലത്തിൽ BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഒരു ഘടകകക്ഷിയാണ് LJP. NDA മുന്നണിയുടെ ഭാഗമായി തന്നെയാണ് ദിനി സാജു ഏലൂരിൽ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. നിലവിൽ ഏലൂർ നഗരസഭയിൽ 6 സീറ്റാണ് NDAക്കുള്ളത്. ഇത് 9 സീറ്റുകളായി ഉയരും എന്നാണ് മുന്നണിയുടെ ആത്മവിശ്വാസം. നല്ല വർക്കാണ് ഞങ്ങൾ ഈ ഏലൂർ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു വാർഡ് ഞങ്ങൾ പിടിച്ചെടുത്തത്. അത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര വൻ വിജയമാണ്. കാരണം ഇത്രയും ആൾക്കാർ ഇവിടെ ഉള്ളപ്പോൾ, ഇവിടുത്തെ വലിയ വലിയ കക്ഷികളൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ ബീഹാറിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പറയാൻ പറ്റില്ല. ഞങ്ങൾ ബീഹാറിൽ ഇപ്പോൾ ഞങ്ങൾക്ക് 19 MLAമാരുണ്ട്, 2 മന്ത്രിയായി. ഇപ്പോൾ ഞങ്ങൾക്കൊരു കേന്ദ്രമന്ത്രിയുണ്ട്, ചിരാഗ് പാസ്വാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ നല്ല ഇപ്പോഴത്തെ ബീഹാറിൻ്റെ ഇലക്ഷനുകൾ കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടി പവർ കൂടി എന്നുള്ളതാണ്. സംസ്ഥാനത്തെ LJPയുടെ ഏക സിറ്റിംഗ് സീറ്റായ ഏലൂരിലെ 29ാം നമ്പർ വാർഡായ പാറക്കൽ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ദിനി സാജു പ്രചാരണ രംഗത്തുള്ളത്. ജനങ്ങളുടെ സപ്പോർട്ടുണ്ട്, പിന്നെ NDAയുടെ സപ്പോർട്ട് നല്ലോണം ഉണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ 5 വർഷമായിട്ട് കൗൺസിലറായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഹസ്ബൻഡ് 510 വോട്ടിനാണ് ജയിച്ചത്. 200 വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ട് നല്ല ഒരു ആത്മവിശ്വാസമുണ്ട്. ജയിക്കും എന്നുള്ളൊരു 100% വിജയ സാധ്യത ഉണ്ടെന്നാണ്. അമൃത ന്യൂസ്, കൊച്ചി.